കലോത്സവ വേദിയിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് SIR ഹെൽപ്പ് ഡെസ്കിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ SIR ഹെൽപ്പ് ഡെസ്ക്? നമ്മൾ വാർത്തകളിലൊക്കെ സുപരിചിതമായി കേൾക്കുന്ന ഒരു വാക്കായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലം തുടങ്ങിയൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ കലോത്സവ വേദിയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനും അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, അതിനായിട്ടുള്ളൊരു അവയർനെസ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റിയോട് കൂടി കൊടുക്കാനാണ് നമ്മൾ ഇന്ന് ഈ കലോത്സവ വേദിയിൽ ഈ ഭാഗത്തെ SIR ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനും അതുപോലെ ഇത് വളരെ വ്യക്തതയോട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കളക്ടർ സാർ നമ്മോടൊപ്പം ഇട്ടുണ്ട്. നമ്മൾ കലോത്സവ വേദിയിൽ ഒരുപാട് യുവജനങ്ങളും പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് ഇലക്ഷൻ്റെ ഈ ഒരു ഇതുമായിട്ട് SIRുമായിട്ട് ബന്ധപ്പെട്ട് അവയർനെസ്സിനും കൂടെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, അതിൻ്റെ ഒരു അവബോധം, പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന SIRൻ്റെ പ്രോസസ്സാണ്. ഇപ്പോൾ SIRൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്ഷൻസും ക്ലെയിംസും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ തന്നെ ഡ്രാഫ്റ്റിൽ വരാത്തവർ പുതിയതായിട്ട് വോട്ട് ചേർക്കാനുള്ള നടപടിയും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മൾ തീർക്കും. പുതിയതായിട്ട് ആർക്കെങ്കിലുമൊക്കെ വോട്ടിൽ ചേർക്കാനാണെങ്കിൽ ഫോം 6 പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടത്. പിന്നെ ഫോം 7, ഫോം 8 എന്തെങ്കിലുമൊക്കെ കറക്ഷൻ പട്ടികയിൽ വരുത്തണം. അങ്ങനത്തെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമ്മളിവിടെ തീർക്കുന്നുണ്ട്. കൂടാതെ തന്നെ പേര് ചേർക്കാനുള്ള നടപടിയും ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും പലർക്കും അറിയില്ല SIR എന്താണ്, അതിൻ്റെ ഒരു അവയർനെസ് എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വ്യക്തമായിട്ട് നമുക്കതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പേയ്മെൻറ്റ് അങ്ങനെ രീതികളൊന്നും ഇല്ല. ഇവിടെ നമ്മുടെ ടീം ഉണ്ടാവും. ഇപ്പോൾ അവരുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ SIRൽ പേരുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഇത് 22 ജാനുവരിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഈ ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് കൊടുക്കണമെങ്കിൽ പിന്നെ ഫോം 6 പ്രകാരം പുതിയതായിട്ട് വോട്ട് ചേർക്കുന്നത് എപ്പോഴും ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഇലക്ഷന് മുന്നേ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. കൂടുതൽ ഒരുപാട് പേര് വരുന്നുണ്ട്, വന്നിട്ട് അവരുടെ പേരുണ്ടോ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 2002 വോട്ടർ ലിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കാത്ത മാപ്പിംഗ് എന്നാണ് അത് പറയുന്നത്. ഇപ്പോൾ മാപ്പ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇപ്പം നോട്ടീസ് പോയിട്ട് അവരെ ഹിയറിംഗ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് വില്ലേജ് തലത്തിൽ. ഇപ്പോൾ അവർക്കൊരു ഡേറ്റ് ആയിട്ട്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, നോട്ടീസ് വന്നവർക്ക് അത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നറിയാം, പക്ഷെ വരാത്തവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളെല്ലാ വില്ലേജ് ഓഫീസറുടെ തലത്തിൽ ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസറിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വില്ലേജ് തലത്തിൽ ക്യാമ്പുകളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇത് ഒരു വേദി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം SIR എന്ന് പറയുമ്പോൾ അത് തികച്ചും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കലോത്സവ വേദിയിൽ ഇപ്പോൾ വരികയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ പ്രോഗ്രാംസുകളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിപ്പോയാൽ വരിക. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യാൻ, കുറച്ചൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരിക. അതിൻ്റോടൊപ്പം തന്നെ നമുക്ക് SIR ഹെൽപ്പ് ഡെസ്കിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ഷനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ അവയർനെസ്സുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും.